സത്യത്തിൽ ഈ സൗദി അറേബ്യയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യവും, പണ്ട് പരമ്പരാഗതമായ ട്രേഡ് റൂട്ടുകളിൽ കാരവാനിൽ വണക്കുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മാർഗങ്ങളിൽ രൂപപ്പെട്ട നഗരങ്ങളിലേ ഇല്ല മക്കൾക്കൊരു ചരിത്രമേ ഇല്ല. സത്യത്തിൽ മധ്യപൂർവ്വദേശത്ത് ഏത് നഗരം എടുത്തു നോക്കിക്കഴിഞ്ഞെങ്കിലും, ഈജിപ്തിൽ കെയ്റോ ആണെങ്കിലും ലബനോനിലാണെങ്കിലും ഇപ്പോൾ ദമാസ്കസ് ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്, വളരെ വിഖ്യാതമായിട്ടുള്ള ചരിത്രമുണ്ട്. പക്ഷെ സൗദിക്ക് ചരിത്രമേ ഇല്ല. മാത്രമല്ല, ഉണ്ടായിരുന്ന കുറച്ച് ചരിത്ര സ്മാരകങ്ങളെ പിന്നെ മുജാഹിദുകൾ സലഫികൾ അധികാരമേറ്റ സമയത്ത് അവർ പൊളിക്കുന്നുണ്ട്. ദർഗ മറ്റേ ഇതാന്ന് പറഞ്ഞിട്ട് പൊളിക്കുന്നുണ്ട്. ദർഗ ഖബർ സിയാറത്തൊന്നും നടത്താൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടല്ല അവരത് പൊളിച്ചത്. കാരണം അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു ആധികാരികത പിന്നീട് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 3G ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ഈ പറഞ്ഞതുപോലെ ഈ കഥ നടന്നത് ശരിക്കും പെട്രയിലാണ്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ജോർദാനിലെ പെട്രയിലാണ് ഈ കഥ നടന്നിട്ടുള്ളത്. കാരണം പെട്രയിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഹിറാ ഗുഹയിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ കാണുന്ന കമാനങ്ങളും കുന്നുകളും എല്ലാം കൃത്യമായിട്ട് പെട്രയിൽ നമുക്ക് ദർശിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, പെട്രയിനെ പറ്റിയിട്ടുള്ള തീസീസുകൾ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് തൊബിരിന്റെ പിന്നെ ചരിത്രത്തിൽ പറയുന്നതനുസരിച്ചിട്ട് മുഹമ്മദിന്റെ ജനനത്തെ പറ്റിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അബ്ദുല്ല പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, അബ്ദുല്ല പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലക്ക് സെക്സ് വേണമെന്ന് തോന്നി. അപ്പൊ അബ്ദുല്ല ആദ്യം പോയിട്ട് ഒരു ഭാര്യന്റെ അടുത്ത് പറഞ്ഞ്, അപ്പൊ ഭാര്യ അത് നിഷേധിച്ചു. നിങ്ങൾക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞോട് നിഷേധിച്ച് രണ്ടാമത്തെ ഭാര്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ്, അപ്പോ ശരീരം കഴുകിയതിനു ശേഷം സെക്സ് ചെയ്ത് അതിൽ നിന്ന് മുഹമ്മദ് ഉരുത്തിരിഞ്ഞു എന്നാണ് കഥ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ചെളിയൊക്കെ ഉള്ള കണ്ടത്തിൽ പണിയെടുക്കാൻ, ഒരു വയലിൽ പണിയെടുക്കാനെന്നുള്ള സാധ്യതകളൊന്നും സൗദി അറേബ്യയിൽ സത്യത്തിലില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഇപ്പോ നമ്മൾ പറയുന്ന മസ്ജിദുൽ ഹറാമിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആധികാരികമായിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താ ശരിക്കും പറയുന്നത്? അതായത് വിസ്തൃതമായ കൂറ്റൻ വേലിക്കല്ലുകൾ അതിർത്തിയിട്ട ഒരു സ്ഥലമായിരുന്നു മസ്ജിദുൽ ഹറാം. അതിൻ്റെ അകത്ത് നിലനിന്നിരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഇതിനകത്തുള്ള വലിയ മരങ്ങൾ നിങ്ങൾ വെട്ടരുത് എന്നാണ് അന്നുണ്ടായിരുന്ന നിയമം. അന്ന് പറയുമ്പോൾ പടുകൂറ്റൻ വൃക്ഷങ്ങൾ അന്ന് മസ്ജിദുൽ ഹറാമിന്റെ ഏരിയയിൽ ഉണ്ടായിരുന്നു. സൗദിയിൽ എവിടെയോ എനിക്കത് ജാഫർക്കൊക്കെ എന്താ തോന്നുന്നതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ സൗദി തന്നെ നടന്ന സംഭവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് സൗദി തന്നെ നടന്ന ഒരു സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നെറേറ്റീവ് തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, നമ്മൾ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാണ്ട് മുഹമ്മദ് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണെന്ന്. പക്ഷെ മുഹമ്മദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഇത് ഈ മക്കയിലെ ചരിത്രവുമായിട്ട് ഇത് ഒത്തുപോകുന്നില്ല. ഈ സംസം കിണറടക്കം പിന്നെ ഈ പെട്രയിലെ മരുഭൂമിയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്